Sean, good afternoon. Good afternoon, Miss. Lunch കഴിച്ചാ? Yes. Yes, okay. Hi, Dia. Good afternoon. Afternoon, Miss. ഭക്ഷണം കഴിച്ച് റെഡി ആയില്ലേ? Yes, Miss. Okay. ടെക്സ്റ്റ് ബുക്ക് റെഡി ആക്കി എടുത്ത് വെച്ചോളൂ. ഫെയ്ത്ത്, ഫെയ്ത്ത് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ഫെയ്ത്ത്. Good afternoon, Miss. ഓക്കെ. ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ലല്ലോ. മഴയുണ്ടോ നിങ്ങളുടെ നാട്ടില്? ഇവിടെ നല്ല മഴയാണ് ഫ്രണ്ട്സ്. Yes. ടെക്സ്റ്റ് ബുക്ക് റെഡി ആക്കി വെച്ചോ. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠം വായിച്ചായിരുന്നു എല്ലാവരും? മന്മന്ദിർ എന്നുള്ള ലെസൺ. മന്മന്ദിർ എന്ന ലെസൺ വായിച്ചായിരുന്നു എല്ലാവരും? യെസ്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. മിസ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഏത് പേജാണെന്ന് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 17, 17ാമത്തെ പേജിലല്ലേ പറഞ്ഞത്? സന്ത് പൂസലാർ എന്ത് ചെയ്തിരുന്നു? തന്റെ മനസ്സിലുള്ള ആ അമ്പലം, ആ ടെമ്പിൾ പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അല്ലെ? മനസ്സിൽ, ഹേർട്ടിലാണ് സ്ഥാപിക്കുന്നത് അല്ലെ? മനസ്സിലാണ്
അതിന്റെ സ്വപ്നം കാണുകയാണ് അദ്ദേഹം അല്ലെ. എവിടെയൊക്കെ എന്തൊക്കെ വേണം എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹം അല്ലെ. അപ്പൊ അദ്ദേഹം അത് ചിന്തിച്ച് നടക്കുന്ന കാണുമ്പോൾ ജനങ്ങൾ എന്ത് പറയുന്നുണ്ട്? അദ്ദേഹത്തിന് ഭ്രാന്ത് മാനസികമാകുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അല്ലെ. ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? കുറെ നാളുകളായി അല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ കുറെ നാള് ക്ലാസ് കേട്ടതിന്റെ? ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. എന്താണ്? തമിഴ്നാട് രാജ്യത്തിലെ തിണ്ണനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ഒരു സന്ത് താമസിച്ചിരുന്നു അല്ലേ. സന്ത്. ആ സന്ത്, ആ സന്യാസിയുടെ പേര്, ആ സന്യാസിയുടെ പേരെന്തായിരുന്നു? സന്ത് പറഞ്ഞ ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? പേരും മറന്നുപോയാ? പൂസലാർ അല്ലേ. സന്ത് പൂസലാർ. പൂസലാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെന്താ പഠിച്ചത്? അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം നല്ല പാട്ടുകൾ പാടുമായിരുന്നു അല്ലെ. ശിവഭക്തൻ കൂടിയാണ്. പിന്നെയോ ശിവഭക്തനാണ്. അതുപോലെ എല്ലാ അമ്പലങ്ങളിലും എല്ലായിടത്തും കറങ്ങി എന്ത് ചെയ്യുന്നു? ശിവനെ പ്രാർത്ഥിച്ച് പാട്ട് പാടുമായിരുന്നു അല്ലെ. കീർത്തനം ചൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ അതൊക്കെ? ഓർമ്മയില്ല? അപ്പോ അങ്ങനെ അദ്ദേഹം എല്ലാ അമ്പലങ്ങളിലും ദക്ഷിണേന്ത്യ മുഴുവനും ചുറ്റിക്കറങ്ങി അമ്പലങ്ങളിലൊക്കെ കീർത്തനം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലൊരാഗ്രഹം. എന്താണ് മനസ്സിൽ ആഗ്രഹിച്ചത്? വലിയൊരു ശിവന്റെ, വിശാലമായ ഒരു ശിവന്റെ അമ്പലം പണിയണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അയാൾ സ്വപ്നം കാണുകയാണ് അതിനെക്കുറിച്ച്. എന്ത്? കുറെ ധനികരുടെ അടുത്ത് പോയി പൈസ പിരിക്കുന്നതും, അതുപോലെ എവിടെയൊക്കെ എന്തൊക്കെയാണ് അമ്പലം പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിന് എന്നതിനെ കുറിച്ചും സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു അദ്ദേഹം അല്ലേ. അതുപോലെ അമ്പലത്തിൽ രഥം വേണം. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? പൂന്തോട്ടം വേണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനമായി മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹം. എന്താണ്? അതുപോലെ എവിടെയാണ് ഭണ്ണാരമുറി എവിടെയാണ് വേണ്ടതെന്നും എവിടെയാണ് ശിവന്റെ പ്രതിമ വെക്കേണ്ടതെന്നും അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം അതിൽ മാത്രമാണ് ലയിച്ചത്. മനസ്സിലുള്ള തന്റെ ഹേർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ അമ്പലത്തെ കുറിച്ച് മാത്രമായിരുന്നു സന്ത് പൂസലാറിന്റെ ചിന്ത മുഴുവനും. അപ്പൊ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്നത് കൊണ്ടാവാം ആ നാട്ടുകാരൊക്കെ എന്തു പറയുമായിരുന്നു? സന്ത് പൂസലാറിനെ അല്പം പാഗൽ ഹോകാനാല് ഭ്രാന്താവുക, മാനസികമായി തീരുക. അപ്പൊ അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. കാരണം അദ്ദേഹം മനസ്സിലുള്ള ആ അമ്പലത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുകയായിരുന്നു. അത്ര വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞത്, കുറെ നാളുകൾ മുമ്പേ. അതിനിടയിൽ മിസ് ഗ്രൂപ്പില് ഒന്ന് അതിന്റെ വേർഡ് മീനിങ്, ശബ്ദാർത്ഥം ഒന്ന് എഴുതി ഇടണേന്ന് പറഞ്ഞിരുന്നു. അതിൽ ഷോൺ മാത്രമാണ് അത് ഇട്ടത് കാണുന്നത്. ബാക്കിയുള്ളവർ ആരും അത് അനുസരിച്ചില്ല എന്ന് തോന്നുന്നു. കാണാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിൽ കൂടി മിസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. കൃത്യമായി പറയുന്ന വർക്കുകൾ ചെയ്ത് അയച്ചു തരിക. അതെന്തുകൊണ്ടാണ് ആ ശബ്ദാർത്ഥം എഴുതിക്കോ എന്ന് പറയാൻ കാരണം, കുറെ നാളുകൾ ലീവ് വന്നു. അപ്പൊ അതെങ്കിലും എഴുതി ആ സമയമെങ്കിലും കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രപ്പെട്ട സമയം ഞാൻ വേസ്റ്റ് ആയി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എഴുതി അയച്ചോന്ന് പറഞ്ഞത്. പക്ഷെ എല്ലാവരും ഒന്നും എഴുതി അയച്ചില്ല. ഒരാൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ എഴുതി അയച്ചത്. ഒരാളെങ്കിലും അയച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. എങ്കിലും ഇനി പറഞ്ഞ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് അതിന്റെ ബാക്കി പറഞ്ഞ ഭാഗം പേജ് നമ്പർ 17, പേജ് നമ്പർ 17 ലാസ്റ്റ് പാരഗ്രാഫ് ആണ് ഇനി പറഞ്ഞിരുന്നത്. ശ്രദ്ധിക്കല്ലോ.
നോക്കുക. മൂർത്തി പ്രതിഷ്ഠാൻ കാ ദിൻ നികട് ആ രഹാ ഥാ. മൂർത്തി പ്രതിഷ്ഠാൻ കാ ദിൻ നികട് ആ രഹാ ഥാ എന്ന് പറഞ്ഞാല് അദ്ദേഹം മനസ്സിൽ സ്വപ്നം കണ്ട അതേ ആ മനസ്സിൽ ഇപ്പൊ അദ്ദേഹം അമ്പലം പണിതു. അമ്പലം പണിതിട്ട് ഇനി എന്നാണ് അടുത്ത കർമ്മം? കാണാനുണ്ടോ അത്? എവിടെയാണ് അമ്പലം പണിതെന്ന് ഓർമ്മിച്ചെന്ന് പറഞ്ഞേ. എവിടെയാ? സന്ത് പൂസലാറിന്റെ മനസ്സിൽ ഹേർട്ടിലാണ് അമ്പലം പണിതത് അല്ലേ? സ്വപ്നത്തിൽ കണ്ട അതേ അമ്പലം മനസ്സിൽ പണിത് വെച്ചു. പക്ഷേ ഇനി അടുത്തത് എന്താണ്? അദ്ദേഹം വിചാരിച്ചത് ഇനി അടുത്ത പ്രതിഷ്ഠയാണ്. അതിന്റെ മൂർത്തി, ആ രൂപം പ്രതിഷ്ഠ, ശിവന്റെ മൂർത്തി രൂപം അവിടെ പ്രതിഷ്ഠ നടത്തലാണ് അടുത്തത്. മൂർത്തി പ്രതിഷ്ഠാൻ കാ ദിൻ നികട് ആ രഹാ ഥാ. അദ്ദേഹം ദിവസം കണ്ട ആ ദിവസം അടുത്തു. ഏത്? മൂർത്തി പ്രതിമ പ്രതിഷ്ഠിക്കുന്ന ആ ദിവസം അടുത്തു. ഭക്ത് പൂസലാർ മഗ്ന ഭാവ് സേ പൂജ കാ നിമന്ത്രൺ ലോഗോं को देते जाते थे. ഈ ഭക്തനായ പൂസലാർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരോടും പൂജയ്ക്കുള്ള ഏർപ്പാടുകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രയും ഭക്തനാണ് ആ പൂസലാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സ് വന്നത്. ലോഗ് സോച്തേ ഭക്തി की चरम अवस्था में पहुंचे पूसलार अब बिल्कुल ही पगला हो गए हैं. അപ്പൊ ജനങ്ങൾ ചിന്തിച്ചു വന്ന് ഭക്തി കൂടുതലായി അദ്ദേഹത്തിന് എന്തായി? ഇപ്പോ അങ്ങ് കൂടുതലും ഒരേ ശിവനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിന് ഭ്രാന്തായി മാറുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാര്? ജനങ്ങള്. മനസ്സിലിപ്പോ അമ്പലത്തിന്റെ മുന്നിലാണ് അദ്ദേഹം ഉള്ളത്. അമ്പലം എവിടെയും പണിതോ? ഇല്ല. മനസ്സിലുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു അമ്പലം പണിതു എന്നും അതുപോലെ ഇനി അവിടെ പ്രതിഷ്ഠയാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. संयोग से कांचीपुरम के राजा ने भी उसी दिन अपने बनाए हुए मंदिर में भगवान शिव की मूर्ति स्थापना का शुभ मुहूर्त निकलवाया था. നിർഭാഗ്യവശാൽ, സംയോഗസേന മീൻസ് നിർഭാഗ്യവശാൽ, ഈ കാഞ്ചീപുരത്തിലെ ഒരു രാജാവ്, ഇതിന്റെ പേരൊന്നും കൊടുത്തില്ല, കാഞ്ചീപുരത്തിലെ രാജാവ് ഇദ്ദേഹം തീരുമാനിച്ച അതേ ദിവസം, മനസ്സിലുള്ള അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്താൻ വിചാരിച്ച അതേ ദിവസം തന്നെ എന്തുണ്ടായിരുന്നു? ഈ കാഞ്ചീപുരത്തിലെ രാജാവും അവിടെയുള്ള ഒരു ശിവന്റെ അമ്പലം പണിതിട്ട് അവിടെ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വേഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പാടല്ല. കാരണം ഒന്ന് ഓർമ്മിക്കണം, സന്ത് പൂസലാർ സ്വപ്നത്തിലാണ്, മനസ്സിലാണ്, ഹേർട്ടിലാണ് അമ്പലം പണിത് നടക്കുന്നത്. ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇന്ന ദിവസം അടുത്ത് വരുമ്പോഴും അതേ ദിവസം തന്നെ ഓർമ്മിക്കുക, കാഞ്ചീപുരത്തിലെ രാജാവ് കാഞ്ചീപുരത്തിലും ഒരു അമ്പലം ശരിക്കും പണിതിട്ട് പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരുന്നു. ക്ലിയർ ആയോ? യെസ്. അപ്പോ എന്താണ്? വേ മൂർത്തി പ്രതിഷ്ഠയ്ക്ക് ബഹുത് ബഡ ആയോജൻ കർണേ വാലേ ഥേ. ആ കാഞ്ചീപുരത്തിലെ രാജാവ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? അമ്പലം പണിതിട്ട് അവിടെ പ്രതിഷ്ഠ, ആ മൂർത്തിയെ, അത് ആ ശിവന്റെ പ്രതിഷ്ഠയെ അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു വലിയ പദ്ധതിക്ക്, അതായത് മനസ്സിൽ അതിനെക്കുറിച്ച് പ്ലാൻ ഇടുകയായിരുന്നു, എങ്ങനെയൊക്കെ ചെയ്യണമെന്നത്. അതേ ദിവസം രാത്രിക്കെ സമയ ജബ് കാഞ്ചീപുരം നരേഷ് സോയേത്തോ, ഒരു ദിവസം രാത്രിയിൽ ഈ കാഞ്ചീപുരത്തിലെ രാജാവ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉനെ ഭഗവാൻ ശങ്കറിനെ ദർശൻ ദിയ. അദ്ദേഹം ആരെ സ്വപ്നം കണ്ടു? ഭഗവാനായ ശങ്കറിനെ. ശങ്കറിനെ മീൻസ് ശിവനെ ഈ കാഞ്ചീപുരത്തിലെ രാജാവ് സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നം കണ്ടപ്പോഴോ എന്താ പറഞ്ഞത്? വേക് ബോലെ. ഈ ശിവൻ ഈ രാജാവിനോട് പറഞ്ഞ എന്താണ്? ഭഗവാൻ ശിവൻ പറഞ്ഞത്, ഹേ രാജൻ, അല്ലയോ രാജാവേ, അപ്നെ മന്ദിർ കാ അഭിഷേക് പർവ് കിസി ദൂസരേ ദിൻ വാലോ. നിങ്ങളുടെ അമ്പലത്തിലുള്ള ആ പ്രതിഷ്ഠ, ആ അഭിഷേക പർവം എന്ന് പറഞ്ഞാൽ ആ ഉത്സവം, ഏത് പ്രതിഷ്ഠ നടന്ന ഉത്സവം, പ്രതിഷ്ഠാ ദിനം വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. മുझे, കാരണം എന്തേ? എനിക്ക് ഉസ് ദിൻ, ആ ദിവസം ഭക്ത് പൂസലാർ കെ മൻ മന്ദിർ കെ പ്രതിഷ്ഠാൻ മേ ജാൻ ഹോഗ. എനിക്ക് എവിടെയാ പോണ്ടത്? ഭക്തനായ എന്റെ പൂസലാറിന്റെ അടുത്ത്
അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അമ്പലത്തിലെ പ്രതിഷ്ഠയാണ് എനിക്ക് ആ ദിവസം. അതുകൊണ്ട് എനിക്ക് നിങ്ങള് ശരിക്കും നിർമ്മിച്ച ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസം മാറ്റി വെക്കണം. ആ ഡേറ്റ് എനിക്ക് ആവില്ല എന്ന് ശിവൻ തന്റെ സ്വപ്നത്തില്, കാഞ്ചീപുരത്തിലെ രാജാവിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞതാണ്. എന്ത്? എനിക്ക് ആ ദിവസം വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ കാരണം? എന്റെ ഏറ്റവും അടുത്ത ഭക്തനായ പൂസലാറിന്റെ മനസ്സിൽ ഒരു അമ്പലം പണിതിട്ടുണ്ട്. അവിടെയാണ് ആ ദിവസം പ്രതിഷ്ഠ. അപ്പൊ ഞാൻ അങ്ങോട്ടാണ് പോവുക. ഉസ് ദിൻ ഭക്ത് പൂസലാർ കെ മൻ മന്ദിർ കെ പ്രതിഷ്ഠാൻ മേ ജാനാ ഹോഗ. എനിക്ക് തീർച്ചയായും അവിടെ പോകണം. വഹ് മേ കിസി അന്യ ദിൻ കെ ലിയെ ടാൽ നഹി സക്ത. വേറൊരു ദിവസം ഞാൻ വരാൻ നോക്കാം, എനിക്ക് ആ ദിവസം വരാൻ പറ്റില്ല. ആരാ പറഞ്ഞത്? ഭഗവാൻ ശിവൻ. ആരോടാ പറഞ്ഞത്? കാഞ്ചീപുരത്തിലെ രാജാവിനോട്. സ്വപ്നത്തിലാണ് പറഞ്ഞത്. സ്വപ്നം കണ്ടതാണ് അദ്ദേഹം. അങ്ങനെ പറയുന്നതായിട്ട് സ്വപ്നം കണ്ടു. കഹ്കർ ഭഗവാൻ ശങ്കർ ലുപ്തു ഹോഗെ. അങ്ങനെ പറയുകയും ഭഗവാൻ ശിവൻ എന്ത് ചെയ്തു? സ്വപ്നത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. വഹ് ആശ്ചര്യ സേ ഭറുടെ. അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ഉറക്കം എഴുന്നേറ്റു, ഞെട്ടി എഴുന്നേറ്റു. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നവരല്ലേ? സ്വപ്നം കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും, മനുഷ്യജീവികൾ എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. എല്ലാ ദിവസവും എന്നല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരിക്കും ഉറക്കത്തില്, അല്ലേ? സ്വപ്നം കാണാൻ ചെലവൊന്നും വേണ്ട, പൈസയൊന്നും വേണ്ട, നമുക്ക് എവിടെയും വേണമെങ്കിൽ പോയിട്ട് വരാം. ആൻമരിയൊക്കെ വേണമെങ്കിൽ ഇപ്പൊ ട്രൂ ലൈറ്റിലെ സ്കൂളിലേക്ക് തന്നെ വരാം. ഒന്നൂടെ സ്വപ്നത്തിൽ എന്തും നടക്കും, അല്ലേ? ആ, കൊറോണ ഇല്ലെങ്കിൽ അതിലും കൂടുതൽ നടക്കുമായിരുന്നു. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ അല്ലേ. അപ്പൊ സ്വപ്നം കാണാറുണ്ട് എല്ലാവരും, അല്ലെ? അപ്പൊ ഇവിടെ രാജാവ്, കാഞ്ചീപുരത്തിലെ രാജാവ് കണ്ട സ്വപ്നം എന്തായിരുന്നു? ഭഗവാൻ ശിവനെയാണ് കണ്ടത്. ഭഗവാൻ ശിവൻ എന്താണ് ആ സ്വപ്നത്തിൽ പറഞ്ഞത്? നിങ്ങൾ നിർമ്മിച്ച ആ അമ്പലത്തിലെ പ്രതിഷ്ഠ മാറ്റണം, പ്രതിഷ്ഠാദിന മഹോത്സവം മാറ്റുക. പകരം എനിക്ക് എവിടെയാണ് പോണ്ടത്? എന്റെ ഏറ്റവും അടുത്ത ഭക്തനായ സന്ത് പൂസലാറിന്റെ മനസ്സിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പ്രതിഷ്ഠ ആ ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് തീർച്ചയായും പോകണം. പകരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം. കേട്ടോ? ക്ലിയർ ആയോ ദിയെ? ദിയക്കൊന്നും മനസ്സിലാവാത്തവര് പോലെ ഒരു ഇരുത്തം. ദിയ തോമസ്, അതെ, ഒരു പ്രതികരണവും കാണുന്നില്ല, ഒന്നും ചിരിക്കുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇതിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ സംശയം വന്നു, പാഠം മനസ്സിലാവാഞ്ഞിട്ടാണോന്ന്. ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട്. ആ, മഴ എല്ലായിടത്തും ഇന്ന് മഴയാണ്. അപ്പൊ നോക്കുക, അതിന്റെ ബാക്കി നോക്ക്. അപ്പൊ അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു, അല്ലെ? നമ്മൾ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കാറുണ്ട്. നമ്മൾ എന്തൊക്കെയാ സ്വപ്നം കാണാറ്? ഓരോരാൾ ഓരോ രീതിയിൽ സ്വപ്നം കാണും, അല്ലെ? ചിലപ്പോ ഊഞ്ഞാലാടി അങ്ങ് വലിയ കുഴിയിലേക്ക് വീഴുന്നത് കാണാം. അങ്ങനത്തെ സ്വപ്നം കാണും, അല്ലെ? അപ്പോഴായിരിക്കും ഞെട്ടി എഴുന്നേൽക്കുക. ഇല്ലെങ്കിലോ പുഴയിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ വെള്ളത്തിലേക്ക് അങ്ങ് തുള്ളിപ്പോന്ന കാണാം, അല്ലെ? ഇല്ലെങ്കിൽ തിരമാല അടിച്ചു കൊണ്ടുപോകുന്ന കാണാം. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഉറക്കത്തിലേക്ക് കരയും ചെയ്യും, അല്ലെ? ഇല്ലേ? സ്വപ്നം കാണല്ലേ നിങ്ങൾ? അല്ല, നിങ്ങൾ ഈ ഐസ്ക്രീം തിന്ന മാത്രം സ്വപ്ന കാണുന്നേ? അതെയോ? അല്ല, ബിരിയാണി അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്ന മാത്രമാണോ സ്വപ്നം കാണുന്നേ? അല്ല, ബാക്കിയുള്ളതും കാണാറുണ്ട്. പേടിക്കുന്ന സ്വപ്നം കാണാറുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ ഇദ്ദേഹം സ്വപ്നം കണ്ട ഉടനെ എന്ത് ചെയ്തു? ഞെട്ടി എഴുന്നേറ്റു. നെക്സ്റ്റ് പേജ്. उन्होंने तत्काल उड़कर अपनी एक छोटी सी सेना की टुकड़ी को तैयार होने का आदेश दिया. അദ്ദേഹം എന്താ ചെയ്തു? എഴുന്നേറ്റ് തന്റെ രാജാവല്ലേ, തന്റെ സൈന്യം കുറച്ചു പേരെ മാത്രം റെഡിയാക്കി നിർത്തി. റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു, ഉപദേശം കൊടുത്തു. എന്താണ്? കുറച്ചു പേര് എനിക്ക് ആവശ്യമുണ്ട്. കാരണം എന്തിനായിരിക്കും? സന്ത് പൂസലാറിനെ കാണാൻ വേണ്ടി പോകാനായിരിക്കും, അല്ലെ? सेना के साथ कुछ चुने शिल्पी भी लिए और तिन्ननूर के लिए चल पड़े. ആ സൈന്യത്തിന്റെ കൂടെ കുറച്ചു പേരെ ആ സൈന്യത്തിൽ കൂട്ടിച്ചേർത്ത് അതിന്റെ കൂടെ ആരും കൂടി എടുത്തു? കുറച്ചു പേര് ശില്പികളെ. ശില്പികൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ശില്പികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കളിമണ്ണ് ഉപയോഗിച്ചിട്ട് പലവിധ
രൂപങ്ങൾ പ്രതിമകൾ നിർമ്മിക്കുന്നവരെ നമ്മൾ ശില്പികൾ എന്ന് പറയാറുണ്ട് ഇല്ലേ? കളിമണ്ണ് കൊണ്ട് പ്രതിമ നിർമ്മിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ശില്പി. അതുപോലെ തന്നെ കല്ല് കൊത്തി അതിനൊരു രൂപമാറ്റം വരുത്തുന്നവർ നമ്മൾ എന്ത് പറയും? ശില്പി. പറയില്ലേ? യെസ്. അതുപോലെ തന്നെ ലോഹങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് പലവിധ സാധനങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ ആക്കി മാറ്റുന്നതിന് നമ്മൾ എന്ത് പറയും? അവരും ശില്പികളാണ്. അപ്പൊ ഇവിടെ ശില്പികൾ എന്തിനാണ്? ആ അമ്പലത്തില് പലവിധ കൊത്തുപണികൾ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി ശില്പികളെ കുറച്ചു പേരെയും തയ്യാറാക്കി. എന്നിട്ടോ ശില്പി ബി ലിയെ ഔർ തിണ്ണനൂർ കെ ലിയെ ചൽ പടെ. എന്നിട്ട് അവരെങ്ങോട്ടാ പോയത്? തിണ്ണനൂറിലേക്ക് പോയി. तिन्ननूर में राजा की सवारी और सेना देखकर गांव गांव के लोग कौतूहल से जमा होने लगे. തിണ്ണനൂരിലെ രാജാവിനെയും കുറച്ച് സൈന്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ രാജാവിനെയും സൈന്യത്തെയും കണ്ടപ്പോൾ ആ ഗ്രാമത്തിലുള്ള ജനങ്ങള് അത് അതിശയത്തോടു കൂടി അവരെയൊക്കെ നോക്കി കാണാൻ തുടങ്ങി. കാരണം എല്ലാവരും കൂട്ടം കൂടി നിൽക്കാൻ തുടങ്ങി. കാരണം ഇവരെ പെട്ടെന്ന് കണ്ടതുകൊണ്ട്. രാജാവല്ലേ വന്നിരിക്കുന്നത്. ജമാ ഹോനെ ലഗേ. രാജാനെ ഭക്ത് പൂസലാർ കാ ഘർ പൂച്ച. രാജാവ് ഭക്ത് പൂസലാറിന്റെ വീട് എവിടെയാന്ന് അന്വേഷിച്ചു. ഔർ ഉൻസെ മിൽനെ ചൽപടെ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഭക്ത് പൂസലാറിനെ അന്വേഷിച്ച് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടത്തേക്ക് പോയി. ഭക്ത് പൂസലാർ തോ ശിവാലയ മേ മൂർത്തി പ്രതിഷ്ഠാൻ ഔർ അഭിഷേക് കി കൽപ്പന മേ ഡൂബേ ഹുയേ തെ. ഭക്ത് പൂസലാർ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവിടെ എത്തുമ്പോഴേക്ക്? തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഭഗവാന്റെ, അതായത് ആ ശിവനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുകയായിരുന്നു അല്ലെ? മനസ്സിലുള്ള ആ അമ്പലത്തെ കുറിച്ച്, പ്രതിഷ്ഠ നടന്നതിനെ കുറിച്ച് ഒക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ആര്? സന്ത് പൂസലാർ. രാജാവ് അവിടെ എത്തുമ്പോൾ അതാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. തന്റെ മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന ആ ദിവസമൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. ഉൻകെ മുഖപ്പർ പ്രസന്നതാക്കെ ഭാവത്തെ. അദ്ദേഹത്തിന്റെ മുഖത്തെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്തേ? മനസ്സിലുള്ള ആ അമ്പലത്തില് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. രാജാക്കി ഓർ ഉൻകാ ധ്യാൻ ഹി നഹി ഗയ. പക്ഷെ ആ മനസ്സിലെ സ്വപ്നം കാണുന്നത് കൊണ്ടാവാം എന്ത് രാജാവ് വന്നത്, രാജാവിനെ ആര് ശ്രദ്ധിച്ചില്ല? സന്ത് പൂസലാർ കണ്ടില്ല. നമ്മളിപ്പോ എന്തെങ്കിലും സ്വപ്ന ലോകത്താണെങ്കിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ കാണുമോ? ഇല്ല, കാണില്ല. സ്വപ്നം കാണുന്നവർക്കേ അത് അറിയൂ, സ്വപ്ന ജീവികൾക്കേ അറിയൂ. പകലിൽ നമ്മൾ സ്വപ്നം എന്തെങ്കിലും ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് നടന്നാലും നമ്മൾ കാണില്ല. ഇപ്പൊ മൊബൈൽ ഗെയിം കളിക്കുന്ന പോലെ, മൊബൈൽ ഗെയിം കളിക്കുമ്പോ അങ്ങനല്ലേ? ഒരാൾ വന്ന നിങ്ങളെ റൂമിൽ വന്ന പോലും നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ, ഇല്ല. അതുപോലെ ഇവിടെ എന്താണ്? രാജാവിനെ ആ സന്ത് പൂസലാർ കണ്ടില്ല. ഭക്തി മേ ഡൂബേ വൃദ്ധ പൂസലാർ കോ രാജാനെ ദേഖ. ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന വൃദ്ധനായ പൂസലാറിനെ രാജാവ് നോക്കി. ഔർ ഉൻകെ ചരണോ മേ ഝുകകർ ബോല. ഈ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാലുകളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഭക്ത ശിരോമണി. ഭക്ത ശിരോമണി പറഞ്ഞ ചീത്ത വിളിച്ചതൊന്നല്ല കേട്ടാ. അല്ലയോ ഭക്ത. ഭക്ത ശിരോമണി എന്നെല്ലാം പറഞ്ഞാല് അല്ലയോ ഭക്ത ഒരു ബഹുമാനത്തോടു കൂടി വിളിച്ചതാണ്. അല്ലയോ ഭക്ത, മുझे ഭഗവാൻ ശങ്കറിനെ ആദേശ് ദിയാ ഹേ കി. എന്നോട് ഈശ്വരൻ, ഭഗവാനായ ശങ്കരൻ, ശിവൻ എനിക്കൊരു നിർദ്ദേശം തന്നിരുന്നു. എന്തെന്നാൽ मैं पहले आपके मन मंदिर के दर्शन करूं और पहले आपका मूर्ति प्रतिष्ठान देखूं. ഞാൻ ആ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ആദ്യം താങ്കളുടെ മനസ്സിലുള്ള ആ അമ്പലത്തിനെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ടോ അവിടുത്തെ മൂർത്തിയെ ഒന്ന്, ആ പ്രതിഷ്ഠ ഒന്ന് കണ്ടോട്ടെ എന്ന് ഭഗവാനെ. മേരെ ബനായെ മന്ദിർ മേ വേ ബാദ് മേ മായേങ്കെ. നിങ്ങളുടെ മനസ്സിലുള്ള ആ അമ്പലത്തിലെ പൂജ, അതായത് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭഗവാൻ ശിവൻ എന്റെ ശരിക്കും നിർമ്മിച്ച അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് വരുള്ളൂ. ഔർ പഹലെ ആപ്കാ മൂർത്തി പ്രതിഷ്ഠാൻ ദേക്കും മേരെ ബനായെ മന്ദിർ മേ വേ ബാദ് മേ മായേങ്കെ. ഞാൻ നിർമ്മിച്ച അമ്പലത്തിലെ നിങ്ങളുടെ
അമ്പലത്തിലുള്ള ആ പൂജ അത് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. ശബ്ദ സുൻകർ ഭക്ത് പൂസലാറിനെ ആംഗേയും കോലി. ഇതൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഈ ഭക്ത പൂസലാർ എന്ത് ചെയ്തത്? കണ്ണു തുറന്നു നോക്കിയത്. കാഞ്ചീപുരം നരേഷ് കാ അഭിവാദൻ കിയ ഔർ ബോലെ. ആ കണ്ട ഉടനെ ആ കാഞ്ചീപുരത്തിലെ നരേഷ് മീൻസ് രാജാവിനെ എന്ത് ചെയ്തു? അഭിവാദനം ചെയ്യുക. എന്താ അഭിവാദനം ചെയ്യല്? നമ്മളിപ്പം മിസ്സുമാരെ കാണുമ്പോ ഗുഡ് മോർണിംഗ് മിസ് അല്ലേ, നമസ്തേ ഇങ്ങനെ പറയാറുണ്ടല്ലേ, ബഹുമാന സൂചകമായിട്ട്. അപ്പൊ അതുപോലെ അഭിവാദനം ചെയ്തു. എന്നിട്ടോ എന്താ പറഞ്ഞത്? ഔർ ബോലെ ആപ്പ് ബി ശിവഭക്ത് ഹേ നരേഷ്. ഓ നിങ്ങളും ശിവഭക്തനാണോ രാജാവേ? മേരെ മൻ മന്ദിർ മേ പ്രഭു പ്രതിഷ്ഠിത് ഹോ ഗയേ. എന്റെ മനസ്സിലെ ഒരു അമ്പലം പ്രതിഷ്ഠിച്ചു. ആഹാ ഇത്തനാ സുന്ദർ മേരാ കൽപ്പന മന്ദിർ ഹേ കിന്തു മേ മുസേ ഭൂമി പർ ആകാർ ന ദേ സകാ മുझे ദുഃഖ് ഹേ നരേഷ്. എന്റെ മനസ്സിൽ മനോഹരമായ ഒരു അമ്പലം ഞാൻ പണിതിട്ടുണ്ട് രാജാവേ. പക്ഷേ എന്റെ സ്വപ്നത്തിൽ കണ്ട ആ അമ്പലം എനിക്ക് ഈ ഭൂമിയിൽ അതിനൊരു രൂപം നൽകുവാൻ സാധിക്കുന്നില്ലല്ലോ രാജാവേന്ന്. ഭൂമിയില് അങ്ങനെ ഒരു അമ്പലം പണിയുവാൻ സാധിച്ചില്ല. എന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു അമ്പലത്തെ കുറിച്ച്. അപ്പൊ എന്താണ് രാജാവ് പറഞ്ഞത്? ദുഃഖന കരേ ഭക്ത ശിരോമണി, നീ വിഷമിക്കേണ്ട ഭക്ത. ആപ്പ് അപ്പനെ മൻ മന്ദിർ കി വ്യാഖ്യ കർത്തേ ജായേ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ അമ്പലത്തെ കുറിച്ച് ഒന്ന് വിവരിച്ചാലും. മേരെ ശില്പി രാജഘോഷ് കി സഹായത സേ ആപ്കെ ഭവ്യ മന്ദിർ കോ ആകാർ ദേംഗെ. നിങ്ങൾ സ്വപ്നം കണ്ട അതേ അമ്പലത്തിനെ കുറിച്ച് വർണ്ണിച്ചോളൂ. എന്റെ കൂടെ ശില്പിമാര് വന്നിട്ടുണ്ട്, അവരെന്ത് ചെയ്യും? അതിനെ ആകൃതി നൽകും, രൂപം നൽകും എന്ന് പറഞ്ഞാല് ആ അമ്പലം കെട്ടിപ്പണിത് തരുന്നു. ആപ്പ് തോ ബസ് അപ്പനെ മൻ മന്ദിർ കി രചന ഇനെ സുനാദേ കാഞ്ചീപുരം നരേഷ് ബോലെ. കാഞ്ചീപുരം രാജാവ് പറഞ്ഞു എന്താണ്? ആ താങ്കളുടെ മനസ്സിലുള്ള ആ അമ്പലത്തെ കുറിച്ച് ഒന്ന് കേൾപ്പിച്ചാലും ഒന്ന് പറഞ്ഞാലും ഞങ്ങൾ കേട്ടോട്ടെ. എന്റെ കൂടെയുള്ള ശില്പി ആ അമ്പലം പണിതു തരും എന്നാണ് രാജാവ് പറഞ്ഞത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പൂസലാർ മുസ്കുരായെ. ഇപ്പൊ പൂസലാറിന് ചിരി വന്നു. ഹേ രാജൻ ഈ ശിവാലയ കാ സാകാർ രൂപ ക്യാ മേ സച്മുച്ച് ദേഖ് സകൂംഗാ. ഈ എന്റെ മനസ്സിലുള്ള ശിവന്റെ അമ്പലം, അതിനെ ഒരു ആകൃതി, ആ രൂപം ഞാൻ വാസ്തവത്തില് സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു. യദി ഹാന്തോ മേ വർണ്ണൻ കർത്ത ജാതാഹും. ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിനെ കുറിച്ച് വിവരിച്ചു തരാം. അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചു തരാം എന്ന് പറഞ്ഞു. ശില്പി और मजदूरों को निर्माण कार्य का आदेश दी. അങ്ങനെ ശില്പിയോടും മറ്റുള്ള തൊഴിലാളികളോടും എങ്ങനെയാണ് ആ അമ്പലത്തിനെ കുറിച്ചൊക്കെ നിർദ്ദേശം നൽകി. ഭക്ത പൂസലാർ പ്രാങ്കൺ സേ ശുരു ഹുയെ और पूरे मंदिर की रचना सबके सामने रख दी. ആ അമ്പലത്തിന്റെ ആ മുറ്റം, തിരുമുറ്റം എന്ന് പറയും, മുറ്റം, ആ ഭാഗം, അതുപോലെ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും, അമ്പലത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. ഇസ്കെ ബാദ് പൂസലാർ ബോലെ. അതിനുശേഷം പൂസലാർ പറഞ്ഞു, अब कार्य प्रारंभ होने से पूर्व है राजन मेरे मन मंदिर के कुंभाभिषेक में आप सब शामिल हो. എന്താ പറഞ്ഞത്? എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്ത്? നിങ്ങൾ ഈ അമ്പലത്തിന്റെ തുടക്കം മുതല് അതിന്റെ ലാസ്റ്റ് അവസാനം വരെ, ആ അമ്പലം നിർമ്മിച്ചു കഴിയുന്നത്, അതിന്റെ അഭിഷേകം വരെയും നിങ്ങൾ ഇതിലെ ഉണ്ടായിരിക്കണം. രാജാവിനോട് പറയാണ്. ബസ് ഫിർ ക്യാ താ വാദ്യ ഭജനയിലേക്ക്. അത് കേട്ടപ്പോഴെന്ത് ചെയ്തു? അവിടെ വാദ്യങ്ങൾ മുഴങ്ങി. രാജാവിന്റെ ഒന്നിച്ച് സൈന്യങ്ങളും ഇല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അവര് വാദ്യങ്ങൾ മുഴക്കി. വേദമന്ത്ര ഗൂഞ്ചിനയിലേക്ക്, വേദമന്ത്രങ്ങള് മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ജയ് ജയ് ഘോഷ് ബോലുടെ, അവിടെ ജയ് ജയ് എന്നുള്ള വിളികള് ഉറക്കെ കേൾക്കാൻ തുടങ്ങി. ആർ മൻ മന്ദിർ കി കൽപ്പന കി മൂർത്തി കാ പ്രതിഷ്ഠാൻ പൂരാ ഹുവാ. അങ്ങനെ ആ മന്മന്ദിർ, മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ ആ അമ്പലത്തിന്റെ പ്രതിഷ്ഠ, ആ മൂർത്തിയെ, ആ രൂപത്തെ പ്രതിഷ്ഠിക്കുന്ന ദിവസം എടുത്തു.
ലോക് ഭാവ വിഭോർ ഹോക്കർ ഭക്ത് പൂസലാർക്കി ജയ് ജയ്കാർ കർണേലകെ. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഭക്തനായ പൂസലാറിനെ ജയ് ജയ് എന്ന് വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. राजा ने शिल्पियों को आदेश दिया कि इस स्थान पर भक्त पूसलार के कथन के अनुसार ही पूरा मंदिर कल से बनवाना प्रारंभ करो. അങ്ങനെ രാജാവ് ശില്പിയോട് നിർദ്ദേശം നൽകി. എന്താ നിർദ്ദേശം നൽകിയത്? ഈ സ്ഥാനത്ത് ഭക്ത പൂസലാറിന്റെ എന്താണ് മനസ്സിലുള്ള അതേ അമ്പലം അല്ലെ, അത് പൂർത്തീകരിച്ചു നൽകണം അല്ലെ. मंदिर का निर्माण कार्य प्रारंभ हुआ और पूरे 1 वर्ष बाद वह भव्य मंदिर बन गया. അങ്ങനെ ഒരു വർഷം എടുത്തുകൊണ്ട് ആ ശില്പികൾ അവിടെ ആ സന്ത് പൂസലാർ മനസ്സിൽ കണ്ട അതേ അമ്പലം അവിടെ പണിതു. രാജാനെ ഉസ് മന്ദിർ കാ നാം സന്ത് പൂസലാർ മൻ മന്ദിർ രഖ. അങ്ങനെ രാജാവ് ആ അമ്പലത്തിനൊരു പേര് നൽകി, സന്ത് പൂസലാർ മൻ മന്ദിർ എന്നാക്കി. എന്താണ് അമ്പലത്തിന്റെ പേര്? സന്ത് പൂസലാർ मन मंदिर. और भगवान शंकर की मूर्ति की प्रतिष्ठा करवाई. അവിടെ എന്ത് പ്രതിഷ്ഠ നൽകി? ഭഗവാൻ ശങ്കരന്റെ, ശിവ ഭഗവാന്റെ മൂർത്തി രൂപം പ്രതിഷ്ഠയും വെച്ചു. വഹാം പ്രതിഷ്ഠിത ഭഗവാൻ ശങ്കർ മൻ മന്ദിർ കെ നാദ് കഹലായെ. അപ്പൊ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ആ ഭഗവാനെ, ആ ശങ്കര ഭഗവാനെ മൻ മന്ദിറിന്റെ നാഥൻ, മനസ്സിലുള്ള അമ്പലത്തിന്റെ നാഥൻ എന്ന് വിളിക്കപ്പെട്ടു. ഭഗവാൻ ശിവനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? മൻ മന്ദിർ കെ നാഥ്. ക്ലിയർ ആയോ? കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇങ്ങനത്തെ ഒരു പാഠം ഒരു തലയിൽ കയറാത്ത ഒരു പാഠമായിപ്പോയി അല്ലേ? സാരമില്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു പേര് അല്ലെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത് മൻ മന്ദിർ കെ നാഥ്. മൻ മന്ദിർ കെ നാഥ് അത് ആരായിരുന്നു? ഭഗവാൻ ശങ്കർ, ഭഗവാൻ ശിവനെയാണ് മൻ മന്ദിർ കെ നാഥ് എന്ന് വിളിക്കപ്പെട്ടത്. ഉസ്കെ ബാദ് സന്ത് പൂസലാർ കോ ബി ഏക് മൂർത്തി ശില്പിയോം നെ ബനായി. അതിനുശേഷം ഈ അമ്പലം പണിതതിനു ശേഷം ശില്പി എന്ത് ചെയ്തെന്നറിയോ? ഈ സന്ത് പൂസലാറിന്റെ അതേ രൂപം അവിടെ നിർമ്മിച്ചു. സന്ത് പൂസലാറിന്റെ അതേ മോഡലിലെ രൂപം അവിടെ നിർമ്മിച്ചു അമ്പലത്തിന് പുറത്ത്. ആജ് ബി ഇന്നും തിണ്ണനൂർ മേ വഹ് ഭവ്യ ശിവാലയ ഘടാ ഹെ. ഇന്നും തിണ്ണനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു ശിവന്റെ അമ്പലം അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ और संत पूसलार की प्रतिमा आज भी आनंद से मानो मुस्कुराती हुई. ആ അമ്പലത്തിനടുത്തായിട്ട് ഇന്നും സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന ഒരു പ്രതിമയെയും കാണാം, രൂപത്തെയും കാണാം. ആരുടെ? സന്ത് പൂസലാറിന്റെ. എവിടെയാണ് കാണാൻ സാധിക്കുക? തിണ്ണനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. വലിയ വിശാലമായ ഒരമ്പലവും അതിനടുത്ത് എന്തുണ്ട്? ഈ സന്ത് പൂസലാറിന്റെ ഒരു പ്രതിമ, ഒരു രൂപവും അവിടെ ഉണ്ട്. ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന പ്രതിമ. അപ്പനെ മൻ മന്ദിർ കി കൽപ്പന കോ സാകാർ ദേഖ് രഹി ഹെ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. സന്ത് പൂസലാറൻ എങ്ങനെയാണോ വിചാരിച്ചിരുന്നത്, സ്വപ്നം കണ്ട് നടന്നിരുന്നത് മാനസികമായി തീർന്ന അതേ രീതിയിലുള്ള അമ്പലം ആര് പണ്ട് നൽകി? കാഞ്ചീപുരത്തിലെ രാജാവ് പണിയിപ്പിച്ചു കളഞ്ഞു. ആ അമ്പലം ഇന്നും തിണ്ണനൂറിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ, അമ്പലത്തിനടുത്ത് തന്നെ ഒന്നുകൂടി നിർമ്മിച്ചിരുന്നു. എന്താണ്? സന്ത് പൂസലാറിന്റെ ഒരു രൂപം, ഒരു പ്രതിമ. അത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു പ്രതിമയായിട്ടാണ് ഇന്നും കാണുവാൻ സാധിക്കും എന്നാണ് ആ പാഠഭാഗത്തിലുള്ളത്. ക്ലിയർ ആയോ? യെസ്. അതിൽ ഡൗട്ട് ഉണ്ടോ വല്ലതും? നോ. എല്ലാവരോടും ചോദിക്കേണ്ടി വരാ. ശ്രേയ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് മോളെ. ശ്രേയ, ഫെയ്ത്ത് ഒന്ന് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. ആൻമരിയ, മിസ് എടുത്ത പാഠം ക്ലിയർ ആയോ? യെസ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? നോ. ഒന്ന് ആ പാഠം ഒന്ന് ഒരു 2-3 പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തലയിലേക്ക് കയറുള്ളൂ. ആദ്യം ഓർമ്മിക്കണം എന്താണ്?
സന്ത് പൂസലാർ ആദ്യം സ്വപ്നം കാണുന്നതാണ് ആ പ്രതിമ അതായത് ശിവന്റെ പ്രതിമ വെക്കുന്നത് അമ്പലം പണിതൊക്കെ സ്വപ്നം കാണുന്നതാണ്. പിന്നെ കാഞ്ചീപുരത്തിലെ രാജാവ് വന്നിട്ടാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ വായിക്കുക. ഓക്കെ, യെസ്. ദിയ, യെസ് മിസ്. മോളെ പാഠം മനസ്സിലായോ? അത് മനസ്സിലായി മിസ്. ഇങ്ങനെ ക്ലിയർ ആവുന്നില്ലല്ലോ. മനസ്സിലായി. മനസ്സിലായി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? വായിക്കില്ലേ? പാഠം ഒന്ന് നന്നായിട്ട് വായിക്കൂലേ? 2-3 പ്രാവശ്യം ഒന്ന് വായിക്കണേ. ഓക്കെ. ശ്രേയ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ശ്രേയ, ഫെയ്ത്ത്. ഷോൺ അങ്ങോട്ട് എവിടെയാ പോയി? ഷോണിനെ കാണുന്നില്ലല്ലോ. നെറ്റ് കംപ്ലൈന്റ് ആണോ? ശ്രേയ, നിങ്ങളൊന്നത് ലെസൺ ഒന്ന് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഒന്ന് വായിക്കാൻ സമയം കിട്ടുമോ? വായിച്ചു നോക്കിക്കോളുവാ? കുറച്ച് സമയം റെസ്റ്റ് വേണ്ടി വരുവാ? ആവട്ടെ, ഒന്ന് വായിച്ചു നോക്ക്. റെഡി ആവണേ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും. ഓക്കെ, എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നോട്ട് അതൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക അടുത്ത ക്ലാസ്സിലെ. ഓക്കെ, ഭക്ഷണം കഴിക്കാത്തൊരു ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കുക അടുത്ത ക്ലാസ്സിലേക്ക്. അടുത്ത ക്ലാസ് ഉണ്ടോ? ഇല്ല. പിന്നെന്താ?